ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ പൂർവഭാഗത്തിലെ 4 ശ്ലോകങ്ങളാണ്. 4 ശ്ലോകങ്ങൾക്കാണ് ഞാൻ വ്യാഖ്യാനം ചെയ്തിരുന്നത്. ഇന്ന് ബാക്കിയുള്ളത് നോക്കാം. ഓം അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈകരൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ. ഒന്നുകൂടെ ചൊല്ലാം. അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനെ സദൈകരൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ. അവികാരായ യഹ വികാരരഹിതഃ. വികാരരഹിതഃ ആരാണോ വികാരങ്ങൾ ഇല്ലാത്തവൻ. വികാരരഹിതം, വികാരങ്ങൾ ഇല്ലാത്തത്. അവികാരായ, വികാരായ എന്നതിൻ്റെ വികാരം എന്നതിൻ്റെ എതിർപദം അവികാരം. വികാരായ വികാരമുള്ളത്. അപ്പോൾ ഇവിടെ അവികാരായ വികാരങ്ങളില്ലാത്തത്. യഹ വികാരരഹിതഃ തസ്മൈ നമഃ. അതായത് വികാരങ്ങളില്ലാത്തവനായിക്കൊണ്ട് എന്നുള്ളതാണ്. ഇപ്പം രാമായ എന്ന് പറഞ്ഞെങ്കിൽ രാമനായിക്കൊണ്ട്, അത് തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഇവിടെ മഹാവിഷ്ണുവിനായിക്കൊണ്ട്, വികാരരഹിതനായ മഹാവിഷ്ണുവിനായിക്കൊണ്ട് എന്താണ് നമഃ. നമഃ എന്ന് പറഞ്ഞാൽ എല്ലാ ശ്ലോകത്തിനും റിപ്പീറ്റ് ചെയ്തിട്ടില്ല, അണ്ടർസ്റ്റുഡ് ആണത്. അവികാരായ ശുദ്ധായ, അതുപോലെ തന്നെ ശുദ്ധമായവനും പാവനമായവനും. യഹ പാവനഃ, പാവനമായിട്ടുള്ളവനും. തസ്മൈ വിഷ്ണവേ നമഃ. അങ്ങനെയുള്ള വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം എന്നർത്ഥം. ശുദ്ധായ, ശുദ്ധനായിക്കൊണ്ട്, അതായത് പവിത്രമായവനായിക്കൊണ്ട്. യഹ പവിത്രഃ അസ്തി തസ്മൈ. ആരാണോ പവിത്രമായിട്ടുള്ളത് അവനായിക്കൊണ്ട്. ശുദ്ധായ, പവിത്രമായവനായിക്കൊണ്ട്. യഹ പവിത്രഃ അസ്തി തസ്മൈ വിഷ്ണവേ നമഃ എന്നർത്ഥം. ആരാണോ പവിത്രം ആ വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. ശുദ്ധായ. നിത്യായ, കാലാകാലം നിൽക്കുന്നവൻ, നിത്യൻ എന്ന് പറഞ്ഞാൽ ആദി അന്തഃ നാസ്തി, ആദിരഹിതൻ, അന്തരഹിതഃ. ഇങ്ങനെയുള്ള വിഷ്ണുവിനായിക്കൊണ്ട് വിഷ്ണവേ നമഃ തസ്മൈ വിഷ്ണവേ നമഃ. പരമാത്മനെ, പരമാത്മനായിക്കൊണ്ട്. യഹ പരമ ആത്മഃ, പരമമായിട്ടുള്ള, എല്ലാത്തിനും ഉപരിയായിട്ടുള്ള, സുപ്രീമായിട്ടുള്ള എന്നർത്ഥം. ആത്മൻ, അത് പരമമായിട്ടുള്ള, ആത്മാവായിട്ടുള്ളവൻ, പരബ്രഹ്മൻ. അങ്ങനെയുള്ള പരമമായ ഏറ്റവും മുകളിലുള്ള, അതായത് അതിനു മുകളിൽ, പരമം എന്ന് പറഞ്ഞെങ്കിൽ ഏറ്റവും ഉയർന്നത്, അതിന് മുകളിൽ ഒന്നും തന്നെ ഇല്ല എന്നർത്ഥം. അപ്പോൾ മഹാവിഷ്ണു എന്ന് പറയുന്ന ആ പരമാത്മാവിന് മുകളിലായിട്ട് തസ്യോപരി ഒന്നും തന്നെ ഇല്ല. കിഞ്ചിതപി നാസ്തി, ഒന്നും തന്നെ ഇല്ല എന്നർത്ഥം. ആ പരമമായ ആത്മാവോട് കൂടിയവനായിക്കൊണ്ട് തസ്മൈ വിഷ്ണുവേ നമഃ എന്നർത്ഥം. ആ പരമാത്മാവിനായിക്കൊണ്ട്, പരമാത്മനെ
സദൈകരൂപരൂപായ സദാ ഏകരൂപായ സഹ വർത്തതേ. സദാ ഏകരൂപേണ സഹ വർത്തതേ. മഹാവിഷ്ണു എങ്ങനെയുള്ള പരമാത്മനാണ്? എല്ലായ്പ്പോഴും ഏകരൂപമായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിവർത്തനമില്ലാത്തവൻ, ചേഞ്ച് ഇല്ലാത്തവൻ, മാറ്റമില്ലാത്തവൻ, ഒരേ രൂപത്തിലുള്ളവൻ എന്നർത്ഥം. സോ വിഷ്ണു സദാ ഏകരൂപേണ തിഷ്ഠതി എന്നർത്ഥം. സദാ ഏകരൂപമായിട്ട് നിലനിൽക്കുന്നവനും മാറ്റമില്ലാത്തവനും എന്ന് പറഞ്ഞാൽ, മാറ്റമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനന മരണങ്ങൾക്ക് വിധേയനല്ല, വികാരങ്ങൾക്ക് വിധേയനല്ല. ഇവിടെ അവികാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികാരങ്ങൾക്ക് അടിമപ്പെട്ടവനല്ലാത്തവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ഒന്ന് വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാകുന്ന ക്രോധം, സന്തോഷം എന്ന് മാത്രമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് വികാരങ്ങളെന്ന് പറയുന്നത്. പിന്നെയുള്ളതോ ജനന മരണങ്ങളില്ലാത്തവൻ, ആദിയും അന്തവും ഇല്ലാത്തവൻ, അനാദി നിധനം എന്നുള്ളതാണ്. ആദിരഹിത, അന്തരഹിത, ഇതാണ് നിധനം, അന്തം, അവസാനം. നിധനരഹിത, അപ്പോൾ ആദിയും അന്തവും ഇല്ലാത്തവനാണ്. ജനന മരണങ്ങളില്ലാത്ത ശക്തിയാണ്, പരബ്രഹ്മമാണ്, ബ്രഹ്മസ്വരൂപനാണ്. ആര്? മഹാവിഷ്ണു. തസ്മൈ നമഃ. ആ മഹാവിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം നടത്താം. സദാ ഏകരൂപ, സദൈകരൂപരൂപായ സദാ ഏകരൂപേണ സഹ തിഷ്ഠതി. എല്ലായ്പ്പോഴും ഒരേ രൂപത്തിൽ, ഏകരൂപത്തിൽ തിഷ്ഠതി, സ്ഥിതി ചെയ്യുന്നവനും വിഷ്ണവേ. അങ്ങനെയുള്ള വിഷ്ണുവിനായിക്കൊണ്ട് സർവജിഷ്ണവേ, എല്ലാത്തിനെയും, അതായത് സർവോ ഉപരി സഹ വിജയം പ്രാപ്നോതി, എല്ലാത്തിലും വിജയം പ്രാപ്തവാൻ, അല്ലെങ്കിൽ വിജയം പ്രാപ്യ തിഷ്ഠതി, വിജയം വരിച്ച് നിലകൊള്ളുന്നവൻ, സകലതിനും ഉപരി വിജയം വരിച്ച് നിലകൊള്ളുന്നവനായ വിഷ്ണവേ നമഃ. ആ വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം എന്നർത്ഥം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമഃ തസ്മൈ, അവനായിക്കൊണ്ട് നമസ്കാരം. തസ്മൈ, അവനായിക്കൊണ്ട്. നമഃ, എങ്ങനെയുള്ള? വിഷ്ണവേ, വിഷ്ണുവിനായിക്കൊണ്ട്. അതുപോലെ പ്രഭവിഷ്ണുവേ. പ്രഭവിഷ്ണുവേ എന്ന് പറഞ്ഞെങ്കിൽ, പ്രഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശം, വെളിച്ചം, അതുപോലെ തന്നെ തേജസ് എന്നൊക്കെ പറയാം. ഇവിടെ പ്രഭ എന്ന് പറഞ്ഞിട്ട് പ്രഭ വിഷ്ണുവേ, തേജസ്സുറ്റവൻ എന്നുള്ള അർത്ഥം മാത്രമല്ല അതുള്ളത്. പിന്നെയോ യസ്മാത് സകലഭൂതാനി പ്രഭവതി. യസ്മാത് സകലഭൂതാനി പ്രഭവതി. ആരിൽ നിന്നാണോ അല്ലെങ്കിൽ ഏതിൽ നിന്നാണോ സകലഭൂതങ്ങളും ഉത്ഭവിക്കുന്നത്. തസ്മൈ വിഷ്ണവേ നമഃ. ആ വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ സകല ജീവജാലങ്ങളും, സകല ചരാചരാണി, സകല ചരിക്കുന്നതും അചരങ്ങളായിട്ടുള്ളതും എന്ന് പറഞ്ഞാൽ ചലിക്കുന്നതും അചലങ്ങളായിട്ടുള്ളതും, ചരാചരങ്ങൾ, ചരം ചരിക്കുന്നത്, അചരം ചരിക്കാത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള സകല ജീവജാലങ്ങളും എന്ന അർത്ഥം. ജീവനുള്ള ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സംസ്കാരപ്രകാരം, നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് പ്രകാരം ജീവനില്ലാത്ത സാധനങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ആകെയുള്ളത് ചരാചരങ്ങൾ, ചരിക്കുന്നതും ചരിക്കുന്നതും, അതായത് മൂവ്മെൻ്റ് ഉള്ളത്, ചലനശേഷിയുള്ളതും ചലനശേഷി ഇല്ലാത്തതും എന്നുള്ള ആ രണ്ട് ഭാഗം മാത്രമേ ഉള്ളൂ, വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ജീവജാലങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത്. ഒന്നുകിൽ ഒരു ജീവി ഇപ്പോൾ ചെടികൾക്ക് ചലിക്കാൻ സാധ്യമല്ല, കല്ല്, മണ്ണ്,
അത് നമ്മൾ നിർജീവങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നുവെങ്കിലും അത് നിർജീവമല്ല. ശരിക്കും പറയണം, അതിലും ഒരു ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. ഈ പരമാത്മാവിൻ്റെ തേജസ് തന്നെയാണ് സകല ഭൂതങ്ങളിലും നിലകൊള്ളുന്നത്. അപ്പോൾ ഇവിടെ യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഇവിടെ ആദ്യം എടുക്കുന്ന നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. അത് പറഞ്ഞ ശേഷമേ ബാക്കിയുള്ള പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് വേഴ്സ് രൂപത്തിലുള്ളതായതുകൊണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ യസ്മാത് സകലഭൂതാനി ഉത്ഭവതി തസ്മൈ വിഷ്ണവേ നമഃ. ആരിൽ നിന്നാണോ യസ്മാത് സകലഭൂതങ്ങളും ഉത്ഭവിക്കുന്നത്, അങ്ങനെയുള്ള വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. ഇനി ആ വിഷ്ണുവിനെ സ്മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് എന്നുള്ളതാണ്. യസ്യ സ്മരണ മാത്രേണ. ഓ യസ്യ, ഇവിടെ വിഷ്ണോഹോ സ്മരണ മാത്രേണ, വിഷ്ണുവിൻ്റെ സ്മരണ മാത്രം കൊണ്ട്, കേവലം സ്മരണേന സ്മരിക്കുന്നത് കൊണ്ട് മാത്രം തന്നെ, മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ ആരുടെ രൂപം, ആരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുവോ, യസ്യ സ്മരണ മാത്രമേ, കേവലം സ്മരണ മാത്രേണ, സ്മരിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു? ജന്മസംസാരബന്ധനാത്, ജന്മത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും, അതായത് ജനന മരണങ്ങളിൽ നിന്നും, ജനന മരണാഭ്യാം, ജനന മരണങ്ങളിൽ നിന്നും, അതുപോലെ സംസാര ബന്ധനം, ഈ സംസാരത്തിലുള്ള ജീവിതം, അത് ഈ സംസാരത്തിലുള്ള ജനന മരണങ്ങൾ എന്ന് പറയുന്നത് സാംസാരിക ബന്ധനം തന്നെയാണ്. ഇതൊരു ചങ്ങലയാണ് ശരിക്കും പറയുന്നത് അർത്ഥം. കെട്ടപ്പെട്ടിരിക്കുന്നു, സംസാരത്തിലെ സുഖദുഃഖങ്ങളാൽ നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ജനന മരണങ്ങളാൽ നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യസ്യ സ്മരണ മാത്രേണ, ആരെക്കുറിച്ച് നമ്മൾ സ്മരിക്കുന്നുവോ, കേവലം സ്മരണ മാത്രേണ, സ്മരിക്കുമ്പോൾ തന്നെ, അതായത് ഇവിടെ വിഷ്ണുവിനെ നമ്മൾ സ്മരിക്കുമ്പോൾ മാത്രം, ഉടൻ തന്നെ സ്മരിച്ചാൽ തന്നെ, ചിന്തിച്ചാൽ തന്നെ എന്ത് സംഭവിക്കും? ജനനമരണങ്ങളിൽ നിന്നും ജനനമരണാഭ്യാം, അതുപോലെ തന്നെ ഏവം വിധം സംസാരബന്ധന, ഈ സാംസാരികമായിട്ടുള്ള ബന്ധനത്തിൽ നിന്നും മുച്യതേ, മോചനം ലഭതേ, നമുക്ക് മോചനം ലഭിക്കുന്നു എന്നർത്ഥം. വിമുച്യതേ, മോചിപ്പിക്കപ്പെടുന്നു. ഈ സംസാരബന്ധ മരണത്തിൽ നിന്നും, അതുപോലെ ഈ സാംസാരിക, ഈ ഭൗതിക ജീവിതത്തിലെ ഇഹലോക വാസം, ഈ ലോകത്തിലെ വാസം, അതിൽ നിന്നും തസ്മാത് നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നു? വിമോചനം പ്രാപ്യതേ, നമ്മൾ വിമോചക ഭവതി, നമ്മൾ മോചിപ്പിക്കപ്പെടുന്നു എന്നർത്ഥം. അഥവാ മോക്ഷം ലഭിക്കുന്നു, മോക്ഷം ലഭതേ. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. അടുത്തത് നമഃ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമഃ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഇവിടെ നമഃ ആർക്കായിക്കൊണ്ട്? സമസ്തഭൂതാനാം ആദിഭൂതായ, സമസ്തഭൂതാനാം സകല ചരാചരങ്ങളുടെയും, സകല ചരാചരാണാം ഉത്ഭവസ്ഥാനഃ, ആര്? മഹാവിഷ്ണു. സകല ചരാചരങ്ങളുടെയും ഉത്ഭവസ്ഥാനമാണ് ആര്? മഹാവിഷ്ണു. അതാണ് നമഃ ആർക്കായിക്കൊണ്ട്? സമസ്ത ഭൂതാനം, സകല സമസ്ത ഭൂതാനം,
സകല ഭൂതങ്ങളുടെയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന സകല ചരാചരങ്ങളുടെയും, ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ജനിക്കപ്പെട്ടതെന്നർത്ഥം, ജീവജാലങ്ങൾ എന്നർത്ഥം, സകല ജീവജാലങ്ങളുടെയും ആദിഭൂത സമസ്തഭൂതാനാം ആദിഭൂതായ, സെൻറ്റൻസ് സ്പ്ലിറ്റ് ചെയ്യാം. നമസമസ്തഭൂതാനാം ആദിഭൂതായ, നമസമസ്ത നമഃ സമസ്ത ഭൂതാനാം ആദിഭൂതായ. അപ്പോൾ നമഃ ആർക്കായക്കൊണ്ട്? കസ്മൈ നമഃ ആർക്കായക്കൊണ്ട്? സമസ്തഭൂതാനം സകല ജീവജാലങ്ങളുടെയും, ഭൂതം ഭൂത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീവൻ, ജീവജാലങ്ങൾ എന്നുള്ള അർത്ഥങ്ങളൊക്കെയാണ്. ഇവിടെ ജനിച്ചിട്ടുള്ള സകല ചരാചരങ്ങൾ എന്നർത്ഥം, സകല ജീവനുകളും എന്നർത്ഥം. ഭൂതാനാം ആ ഭൂതങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിക്കപ്പെട്ടിട്ടുള്ള ഇവിടെ സകല ചരാചരങ്ങളുടെയും, ഉണ്ടായിട്ടുള്ള സകല ചരാചരങ്ങളുടെയും ആദിഭൂത, അതിനെല്ലാം കാരണമായിട്ട് ഒരുക്കുന്ന, ആദ്യമായിട്ട് ഉണ്ടായിരുന്ന ഇതിനെല്ലാം ആദ്യമായിട്ട് ഉണ്ടായവൻ, ആദ്യമായിട്ട് ജനിച്ചവൻ അഥവാ ആദ്യമായിട്ട് ഉണ്ടായവൻ എന്നർത്ഥം. ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യവും അന്തവുമില്ല എന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിനെല്ലാം തന്നെ തസ്യ കാരണം സകല ഭൂതാനം കാരണം, സകല ഭൂതങ്ങളുടെയും കാരണമായിട്ടുള്ള, ആദികാരണമായിട്ടുള്ള ഭൂപതേ ആദികാരണമായിട്ടുള്ളവനായിക്കൊണ്ടും, അതാണ് ഭൂതായ, ആ യാ എന്നുള്ള പ്രകാരം വരുന്നത്. ഭൂതായ നമഃ സമസ്തഭൂതാനാം ആദിഭൂതായ, ആ ആദിഭൂതനായ. അപ്പോൾ യഹ സമസ്തഭൂതാനാം ആദിഭൂത, ആരാണോ എല്ലാ ഭൂതങ്ങളുടെയും ഈ ജീവജാലങ്ങളുടെ ആദിഭൂതനായി കുടികൊള്ളുന്നത്, അതവിടെ സൃഷ്ടാവെന്നർത്ഥം, നിലനിൽക്കുന്നത്. തസ്മൈ വിഷ്ണവേ നമഃ ആ വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം എന്നർത്ഥം. ഭൂഭൃതേ യഹ ഭൂഭരതി ഈ ഭൂമിയെ ഭരിക്കുന്നവന്, യഹ ഭൂഭരതി തസ്മൈ നമഃ. ഈ ഭൂമി ആരാണ്? ഇവിടെ ഭൂമി എന്നതുകൊണ്ട് പ്രപഞ്ചം മൊത്തമാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഭൂഭൃതേ ഭൂമിയെ ഭരിക്കുന്നവൻ. ഇവിടെ ഭൂമി എന്നതുകൊണ്ട് നമുക്ക് എന്ത് എടുക്കാവുന്നതാണ്? കാരണം സകലത്തിൻ്റെയും അധിപതിയായിട്ടുള്ളവനും സ്രഷ്ടാവുമായിട്ടുള്ളവനും അധിപതിയായിട്ടുള്ളവനും പ്രഭുവുമായിട്ടുള്ളവനുമായ ആ പരമാത്മാവ് വിഷ്ണു തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയാവുന്നതാണ്? സകല ലോകത്തിൻ്റെയും, സകല ലോകാനാം സകല ലോകത്തിൻ്റെയും എന്തായിട്ട് യഹഭരതി ഭർത്ത ഭൂഭൃതേ ഭരിക്കുന്നവനെ, സകല ലോകങ്ങളെയും ഭരിക്കുന്നവനായിക്കൊണ്ട് തസ്മൈ വിഷ്ണുവിനെ ആ വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം എന്നർത്ഥം. അതേപോലെ തന്നെ അനേകരൂപരൂപായ യഹ അനേകരൂപേണ തിഷ്ഠതി തസ്മൈ നമഃ ആരാണോ അനേക രൂപങ്ങളിൽ വർത്തിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞു സദാ ഏകരൂപ, സദൈകരൂപ എന്ന് പറഞ്ഞത് സദാ ഏകരൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങളില്ലാത്തവൻ എന്നർത്ഥം. ഈ പ്രപഞ്ചശക്തിയായ പരബ്രഹ്മത്തിന് മാറ്റങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ സകലത്തിനെയും സൃഷ്ടിക്കുന്ന ബ്രഹ്മമാണ്. എന്നാൽ ആ സൃഷ്ടിയാൽ ബാധിക്കപ്പെടാത്തത് തന്നെയാണ് പരബ്രഹ്മം. ഇവിടെ പരമാത്മനായിട്ടുള്ള മഹാവിഷ്ണു സകലത്തിൻ്റെയും സൃഷ്ടികർത്താവായിട്ട് നിലകൊള്ളുന്നു. സഹയേവ സൃഷ്ടികർത്ത, സഹ ഏവ സ്രഷ്ട, സകലഭൂതാനാം സ്രഷ്ട, സകലഭൂതങ്ങളുടെയും സ്രഷ്ടാവ് വിഷ്ണു തന്നെയാണ്. തസ്മൈ വിഷ്ണവേ നമഃ ആ വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം എന്നർത്ഥം. വിഷ്ണവേ പ്രഭ വിഷ്ണുവേ ആ വിഷ്ണുവിനായിക്കൊണ്ട് അവൻ പ്രഭ വിഷ്ണവേ എന്ന് പറഞ്ഞാൽ യസ്മാത് സകലഭൂതാനി ഉത്ഭവതി സകലഭൂതങ്ങളും ആരിൽ നിന്ന്, അതാണ് പ്രഭ വിഷ്ണുവേ. യസ്മാത് പ്രഭവതി സകലഭൂതാനി തസ്മൈ വിഷ്ണവേ നമഃ ആരിൽ നിന്നാണോ സകലഭൂതാനി പ്രഭവതി പ്രഭ വിഷ്ണവേ അങ്ങനെയുള്ള വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം എന്നർത്ഥം. ഓം നമോ വിഷ്ണവേ പ്രഭ വിഷ്ണവേ. ഓം നമോ നമഃ അഹം നമാമി ഞാൻ നമസ്കരിക്കുന്നു. ആരെ?
വിഷ്ണവേ പ്രഭവിഷ്ണവേ, വിഷ്ണുവായിക്കൊണ്ട് വിഷ്ണുവിനായിക്കൊണ്ട് ഞാൻ നമസ്കാരം ചെയ്യുന്നു. അടുത്തത് വൈശമ്പായന ഉവാച. വൈശമ്പായ ഋഷി എന്താണ് പറഞ്ഞത്? ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശഃ യുധിഷ്ഠിരശാന്തനവം പുനരേവാഭ്യഭാഷത. ശ്രുത്വാ കേട്ടതിന് ശേഷം, എന്ത് കേട്ടതിന് ശേഷം? ഭീഷ്മസ്യ വചനാനി ശ്രുത്വാ. ഭീഷ്മനോടാണ് ധർമ്മത്തെക്കുറിച്ച്, ധർമ്മവിഷയെ സംവാദം കർത്തും യുധിഷ്ഠിരः ഭീഷ്മസമീപം ആഗച്ഛതി. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഭീഷ്മരുടെ, അതായത് ശരശൈലിൽ കിടക്കുന്ന ഭീഷ്മരുടെ സമീപം ധർമ്മപുത്രാദികൾ, ധർമ്മനും അതുപോലെ തന്നെ മറ്റു സഹോദരങ്ങളും പഞ്ചപാണ്ഡവന്മാർ, അതിൽ എൽഡസ്റ്റ് മൂത്തവരാണ് ആര്? യുധിഷ്ഠിരൻ അഥവാ ധർമ്മപുത്രർ എന്ന് പറയുന്നത്. അപ്പോൾ യുധിഷ്ഠിരൻ ഈ പാണ്ഡവന്മാർ ആരെ സമീപിച്ചിരിക്കുന്നു? ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ. എന്തിനായിക്കൊണ്ട്? സകലതിനെക്കുറിച്ചും, അഥവാ ധർമ്മം എന്ത് എന്നതിനെക്കുറിച്ച്, ധർമ്മവിഷയെ ജ്ഞാനം ലഭതാർത്ഥം, ജ്ഞാനപ്രാപ്തിയർത്ഥം, ധർമ്മവിഷയത്തിൽ ജ്ഞാനം ലഭിക്കുന്നതിനായിട്ട്, അഥവാ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായിട്ട് ആണ് ആര് വന്നിരിക്കുന്നത്? യുധിഷ്ഠിരൻ ഭീഷ്മ സമീപം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഭീഷ്മർ ഇതെല്ലാം തന്നെ ഉപദേശിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് ഇത് വരുന്നത്. ഇത് ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്രം അഥവാ ഈ മന്ത്രം ഭീഷ്മർ ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം. ശ്രുത്വാ ധർമാനശേഷേണ, ശ്രുത്വാ എല്ലാം കേട്ടതിന് ശേഷം, ശ്രുത്വാ എന്തിനെക്കുറിച്ച്? ധർമ്മവിഷയത്തിൽ എന്താണ് ധർമ്മം, രാജാക്കന്മാർ ചെയ്യേണ്ട ധർമ്മം എന്ത്, ഡ്യൂട്ടീസ്, രാജാക്കന്മാർ ആചരിക്കേണ്ട മര്യാദകൾ എന്ത്, എങ്ങനെ രാജ്യപാലനം നടത്തണം, അതാണ് സാധാരണക്കാരുടെ ധർമ്മങ്ങൾ എന്ത്, സാധാരണക്കാർ ഏത് രീതിയിൽ ജീവിതം ആചരിക്കണം, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഉള്ള സംശയങ്ങൾ തീർക്കുന്നതിനായിട്ട്, അഥവാ അതിനെക്കുറിച്ച് അറിയുന്നതിനായിട്ടാണ് യുധിഷ്ഠിരൻ ആരെ സമീപിച്ചിരിക്കുന്നത്? ഭീഷ്മരെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭീഷ്മരിൽ നിന്നും ഭീഷ്മാത് ധർമ്മവിഷയത്തിൽ എല്ലാം തന്നെ സകലം ശ്രുത്വ എല്ലാം തന്നെ കേട്ടതിന് ശേഷം, ശ്രുത്വ ധർമ്മത്തെക്കുറിച്ചുള്ള, ധർമ്മവിഷയത്തിലുള്ള എല്ലാം സകല കാര്യമാണ്, എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം ധർമാൻ അശേഷേണ നോക്കുക. ശ്രുത്വ ധർമാൻ ബഹുവചനം, ധർമാൻ അശേഷേണ ശേഷരഹിതേന എന്നാൽ ബാക്കിയൊന്നും അർത്ഥമില്ല എന്ന്, ബാക്കിയൊന്നും ബാക്കിയില്ല എന്നർത്ഥം. ബാക്കിയായിട്ട് ബാക്കിയൊന്നുമില്ല, മുഴുവനും തന്നെ കേട്ടതിന് ശേഷം ധർമ്മത്തെക്കുറിച്ച് അശേഷേണ ശേഷമില്ലാത്ത രീതിയിൽ, ശേഷരഹിതേന എല്ലാം തന്നെ ശേഷമില്ലാതെ ബാക്കിയില്ലാതെ കണ്ട് എല്ലാ ധർമ്മത്തെ എല്ലാം കേട്ടതിന് ശേഷം എന്നർത്ഥം. ധർമാൻ അശേഷേണ പാവനാനി പവിത്രമായിട്ടുള്ളവയും, പവിത്രമായിട്ടുള്ള കാര്യങ്ങൾ, പവിത്ര കർമാണി സർവശഃ സർവതും, പാവനാനി ജ എന്ന് പറഞ്ഞാൽ എന്നർത്ഥം, ആൻഡ്. അപ്പോൾ ഇവിടെ ധർമ്മത്തെക്കുറിച്ച് പരിപൂർണമായിട്ടും പവിത്രമായ വസ്തുതകളെ കാര്യാണി അത് മുഴുവനായിട്ടും, സർവശഃ മുഴുവനായിട്ടും, എന്നർത്ഥം ച. ഇപ്പോൾ രാമനും കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ രാമകൃഷ്ണ ച എന്ന് പറഞ്ഞാൽ രാമൻ കൃഷ്ണൻ എന്നർത്ഥം. ഇപ്പോൾ ച പാവനാനിജ പവിത്രങ്ങളായിട്ടുള്ള, പവിത്രാണി സർവാണി
പവിത്രമായിട്ടുള്ള സർവകാര്യാണി കേട്ടതിന് ശേഷം സർവശഃ മുഴുവനും സർവധർമ്മങ്ങളും പാവനമായിട്ട് സർവധർമ്മങ്ങളെക്കുറിച്ചും കേട്ടതിന് ശേഷം എന്നർത്ഥം. യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? യുധിഷ്ഠിരഃ ശാന്തനവഹം, ശാന്തനുവിൻ്റെ പുത്രൻ. ശാന്തനവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശന്തനു മഹാരാജാവിൻ്റെ പുത്രൻ, അതായത് ഭീഷ്മർ തന്നെ. ഭീഷ്മർ എന്ത് ചെയ്തു? പുനരേവാഭ്യഭാഷത യുധിഷ്ഠിര ശാന്തനവം. ഭീഷ്മരോട് ശാന്തനവം എന്ന് പറഞ്ഞാൽ ഭീഷ്മരോട് ഭീഷ്മം പുനരേവ അഭ്യഭാഷത, വീണ്ടും, പുനരേവ വീണ്ടും, അഭ്യഭാഷത സംസാരിച്ചു, ഭഷതി സംസാരിക്കുന്നു, അഭിഭാഷത സംസാരിക്കുക, അഭ്യഭാഷത സംസാരിച്ചു എന്നർത്ഥം. പുനരേവ വീണ്ടും, അഭ്യഭാഷത വീണ്ടും സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പുനരേവ ഉക്തവാൻ വീണ്ടും പറഞ്ഞു എന്നർത്ഥം. എന്താണ് യുധിഷ്ഠിരൻ ഭീഷ്മനോട് വീണ്ടും ചോദിക്കുന്നത്? അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.